ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചാലഞ്ചിന്റെ ഡേ 3 ആണ്. നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. LDC 100 Days ചാലഞ്ച് ഡേ 3. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂ എക്കണോമിക് പോളിസി 1991 ആണ്, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം 1991 ആണ്. ഇപ്പോൾ 2024 നടന്ന 2-3 എക്സാമുകളിൽ കൃത്യമായി ന്യൂ എക്കണോമിക് പോളിസി 1991 ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് പഠിച്ചേ പറ്റൂ. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ന്യൂ എക്കണോമിക് പോളിസി 1991 അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പറയാം പുത്തൻ സാമ്പത്തിക നയം, അല്ലെങ്കിൽ NEP 1991. പുത്തൻ സാമ്പത്തിക നയം 1991 നിലവിൽ വന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. പുത്തൻ സാമ്പത്തിക നയം 1991 നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു സുഹൃത്തുക്കളെ? PV നരസിംഹറാവു ആയിരുന്നു. പുത്തൻ സാമ്പത്തിക നയം 1991 നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. പുത്തൻ സാമ്പത്തിക നയം 1991 നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ അത് PV നരസിംഹറാവുവും ആയിരുന്നു. പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ബാലൻസ് പ്രശ്നം മൂലം ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ബാലൻസ് പ്രശ്നം മൂലം ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചോളണേ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അതുകൊണ്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പുത്തൻ സാമ്പത്തിക നയം 1991 നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. പുത്തൻ സാമ്പത്തിക നയം 1991 നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരുവാനുള്ള കാരണം എന്തായിരുന്നു ചോദിച്ചാല് പേയ്മെന്റ് ബാലൻസ് പ്രശ്നം മൂലം ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയത് കൊണ്ടാണ്. 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്കവ എന്താണെന്ന് നോക്കാം സുഹൃത്തുക്കളെ. ആഗോളവൽക്കരണത്തിലൂടെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്തുക. ആഗോളവൽക്കരണത്തിലൂടെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്തുക. എവിടത്തെ? ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്തുക. പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി പേയ്മെന്റ് സംവിധാനത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക. പണപ്പെരുപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പേയ്മെന്റ് സംവിധാനങ്ങളിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക. സമ്പദ് വ്യവസ്ഥ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിദേശ നാണ്യങ്ങളുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുക. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ നാണ്യങ്ങളുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുക. സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടി വിപണന മേഖലയിലെ അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സമ്പദ് വ്യവസ്ഥയിലെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടിയിട്ട് വിപണന മേഖലയിലെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കുക. ചരക്കുകൾ, മൂലധനം, സേവനങ്ങൾ, സാങ്കേതിക വിദ്യ, മാനവ വിഭവശേഷി എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട അന്തർദേശീയ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക. ചരക്കുകൾ, മൂലധനം, സേവനങ്ങൾ, സാങ്കേതിക വിദ്യ, മാനവ വിഭവശേഷി എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള അന്തർദേശീയമായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യ എടുത്തു മാറ്റുക. സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ കമ്പനികളുടെ കൂടി പങ്കാളിത്തം എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഇതിനായി സർക്കാരിനുള്ള സംവരണ മേഖലകൾ 3 ചുരുക്കുകയും ചെയ്തു. അപ്പോ വെറുതെ സ്വകാര്യ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങ് വന്നിട്ട് ഗവൺമെന്റ് മേഖലയിൽ വന്നിട്ട് അവരുടെ സമ്പത്ത് എന്താണ് കൊടുക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സർക്കാരിന്റെ സംഭരണ മേഖലകൾ എന്ത് ചെയ്തു? 3 ചുരുക്കി കൊടുത്തു. ബാക്കിയുള്ള മേഖലകളിൽ ആര് പ്രവർത്തിക്കട്ടെ എന്ന് കരുതി? ഈ പറഞ്ഞിരിക്കുന്ന സ്വകാര്യ കമ്പനികൾ പ്രവർത്തിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അല്പം ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും പഠിച്ചു വെക്കുക. ഇതിൽ 3-4 പോയിന്റ്സ് PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ
പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. 1991 പുതിയ സാമ്പത്തിക നയത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആഗോളവൽക്കരണത്തിലൂടെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്തുക, പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി പേയ്മെന്റ് സംവിധാനങ്ങളിൽ അക്കാലത്തുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കുക, സമ്പദ് വ്യവസ്ഥ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ നാണ്യങ്ങളുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുക, സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടി വിപണന മേഖലയിലെ അനാവശ്യമായ അക്കാലത്തുണ്ടായിരുന്ന നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കുക, ചരക്കുകൾ, മൂലധനം, സേവനങ്ങൾ, സാങ്കേതിക വിദ്യ, മാനവ വിഭവശേഷി എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റുക, സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ കമ്പനികളുടെ കൂടി പങ്കാളിത്തം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. ഇതിനു വേണ്ടിയിട്ട് സർക്കാരിന്റെ സംഭരണ മേഖലകള് 3 എന്ത് ചെയ്തു? ചുരുക്കുകയും ചെയ്തു. ഇത്രയുമാണ് 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പഠിക്കുക. ഇനി പുത്തൻ സാമ്പത്തിക മേഖലയെ 3 തരംതിരിച്ചിരിക്കുന്നു. ഇതാണ് PSC യുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 2024 നടന്ന പ്രധാനപ്പെട്ട 3 പരീക്ഷകളിൽ ചോദ്യമായി കണ്ടിരുന്നു. പുത്തൻ സാമ്പത്തിക മേഖലയെ നമ്മൾ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണവ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് 3 PSC സ്ഥിരം ചോദിക്കുന്നത്. പുത്തൻ സാമ്പത്തിക മേഖലയെ നമ്മൾ 3 തരംതിരിച്ചിരിക്കുന്നു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പഠിക്കുക. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഉദാരവൽക്കരണം എന്തെന്നാണ്. എന്താ സുഹൃത്തുക്കളെ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമുക്ക് നോക്കാം. എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇത് നേരത്തെ RBIക്ക് മാത്രമാണ് ചെയ്തിരുന്നത്. അതായത് ഉദാരവൽക്കരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരവരുടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇത് നേരത്തെ RBI മാത്രമാണ് ചെയ്തിരുന്നത്. ചെറുകിട വ്യവസായങ്ങൾക്കുള്ള നിക്ഷേപ പരിധി 1 കോടി രൂപയാക്കി ഉയർത്തി. ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപ പരിധി എത്രയാക്കി വർദ്ധിപ്പിച്ചു? 1 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദന ശേഷി വികസിപ്പിക്കുവാനും വൈവിധ്യവൽക്കരിക്കുവാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദന ശേഷി വികസിപ്പിക്കുവാനും വൈവിധ്യവൽക്കരിക്കാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. മുമ്പ് സർക്കാരാണ് ഉൽപാദന ശേഷിയുടെ പരമാവധി പരിധി നിശ്ചയിച്ചിരുന്നത്. അത് കമ്പനികൾക്ക് എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. ഇതാണ് കേട്ടോ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദന ശേഷി വികസിപ്പിക്കുവാനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരിക്കുവാനും കമ്പനികൾക്ക് അവകാശം നൽകി. നേരത്തെ സർക്കാരായിരുന്നു ഉൽപാദന ശേഷി എത്ര വേണമെന്നോ അല്ലെങ്കിൽ പരമാവധി എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നോ ഉള്ള തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾ നിർത്തലാക്കി. നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കി. സ്വകാര്യ മേഖലയിൽ ലൈസൻസിങ് എടുത്തു കളഞ്ഞു. സ്വകാര്യ മേഖലയിലെ ലൈസൻസിങ് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാ ലൈസൻസിങ്ങും എടുത്ത് കളഞ്ഞിട്ടില്ല. അങ്ങനെ ലൈസൻസിങ് എടുത്തു കളയാത്തത് ഏതൊക്കെയെന്ന് ചോദിച്ചാല് മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ, അപകടകരമായ രാസവസ്തുക്കൾ, മയക്കുമരുന്നുകൾ എന്നിവ ഏതാനും വ്യവസായങ്ങൾക്ക് മാത്രമേ ലൈസൻസിന്റെ ആവശ്യം പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ പറഞ്ഞത്. സ്വകാര്യ മേഖലയിലെ ലൈസൻസിങ് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയിലെ എല്ലാ ഉൽപ്പന്നത്തിനും ലൈസൻസ് എടുത്തു കളഞ്ഞു എന്നല്ല. അതിൽ ചില വസ്തുക്കൾക്ക് ഇപ്പോഴും ലൈസൻസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മദ്യം വിൽക്കുന്നതിന്, സിഗരറ്റ് വിൽക്കുന്നതിന്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ നമ്മൾ കൈവയ്ക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ, അപകടകരമായ രാസവസ്തുക്കളുടെ നിർമ്മാണം, മയക്കുമരുന്നുകളുടെ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം നമ്മൾ ഗവൺമെന്റിൽ നിന്നും ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. അല്ലാതെയുള്ള കാര്യങ്ങൾക്കെല്ലാം എന്താണ് ലൈസൻസ് എടുത്തു കളയുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അല്പം പാടുള്ള ഭാഗമാണ്, എന്നാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഉദാരവൽക്കരണത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരവരുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇത് നേരത്തെ RBI മാത്രമാണ് ചെയ്തിരുന്നത്.
ചെറുകിട വ്യവസായങ്ങൾക്കുള്ള നിക്ഷേപക പരിധി 1 കോടി രൂപയാക്കി ഉയർത്തി. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദന ശേഷി വികസിപ്പിക്കുവാനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുവാനും ഉൽപ്പന്നങ്ങളെ വൈവിധ്യവൽക്കരിക്കുവാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. മുമ്പ് സർക്കാരാണ് ഉൽപാദന ശേഷിയുടെ പരമാവധി പരിധി നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾ നിർത്തലാക്കി. സ്വകാര്യ മേഖലയിൽ ലൈസൻസിങ് എടുത്തു കളഞ്ഞു. എന്നാൽ എല്ലാ വസ്തുക്കൾക്കുമുള്ള ലൈസൻസിങ് എടുത്തു കളഞ്ഞില്ല. അങ്ങനെ ലൈസൻസ് ഇപ്പോഴും വേണമെന്ന് ശഠിക്കുന്ന ചില പ്രധാനപ്പെട്ട വസ്തുക്കളാണ് മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ, അപകടകരമായ വസ്തുക്കൾ, മയക്കുമരുന്നുകൾ എന്നിങ്ങനെ ഏതാനും വ്യവസായങ്ങൾ മാത്രമേ ഇപ്പോൾ ലൈസൻസിന് ആവശ്യമുള്ളൂ. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് പഠിക്കുക. അടുത്തതാണ് സ്വകാര്യവൽക്കരണം. അപ്പൊ 3 പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അതിൽ സ്വകാര്യവൽക്കരണമാണ് നമ്മൾ ഇനി നോക്കാനുള്ളത്. സ്വകാര്യവൽക്കരണത്തിനു കീഴിൽ പരമാവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. ഇതാണ് നടന്നത് കേട്ടോ. അതായത് നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ സ്വകാര്യ കമ്പനികളുടെ കൂടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി. അതാണ് സ്വകാര്യവൽക്കരണത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്വകാര്യവൽക്കരണത്തിന് കീഴിൽ വന്നതോടുകൂടി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പരമാവധി അല്ലെങ്കിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം കൂടി അതിനുള്ളിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികള് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുകയും ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓഹരി എന്ത് ചെയ്തു? വിറ്റഴിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി എന്ത് ചെയ്തു? വിറ്റഴിച്ചു. പൊതുമേഖലയ്ക്കായി സംഭരണം ചെയ്തിട്ടുള്ള വ്യവസായങ്ങളുടെ എണ്ണം 3 കുറച്ചു. പൊതുമേഖലയ്ക്കായി സംഭരണം ചെയ്തിട്ടുള്ള വ്യവസായങ്ങളുടെ എണ്ണം 3 കുറച്ചു. അറ്റോമിക ധാതുക്കളുടെ ഖനനം, റെയിൽവേ, ഗതാഗതം, ആണവോർജം ഇങ്ങനെ 3 ഭാഗങ്ങൾ മാത്രമാക്കി എന്തിനെ മാറ്റി? പൊതുമേഖലയ്ക്കായിട്ടുള്ള സംഭരണം മാറ്റിവെച്ചു. ശരിയാണല്ലേ സുഹൃത്തുക്കളെ? ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും പൊതുമേഖലാ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ധാതുക്കളുടെ ഖനന മേഖല ഇപ്പോഴും ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ ഗതാഗതം ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ആണവോർജം ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മേഖലയിലും ആരെ കൂടി ചേർത്തു? നമ്മുടെ സ്വകാര്യ കമ്പനികളെ കൂടി ചേർത്തു. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മേഖല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ IT മേഖല, മെഡിക്കൽ മേഖല, റിസർച്ച് മേഖല, ഇവിടെ എല്ലാം ഇപ്പോൾ സ്വകാര്യ കമ്പനികളുടെ കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്വകാര്യവൽക്കരണത്തിന്റെ കീഴിലെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങള് സ്വകാര്യ കമ്പനികൾക്ക് എന്ത് ചെയ്തു? വിറ്റു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുകയും ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി എന്ത് ചെയ്തു? വിറ്റഴിച്ചു. പൊതുമേഖലയ്ക്കായി സംഭരണം ചെയ്തിട്ടുള്ള വ്യവസായങ്ങളുടെ എണ്ണം 3 മാത്രം കുറച്ചു. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാല് അറ്റോമിക് ധാതുക്കളുടെ ഖനനം, അതും സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ധാതുക്കളുടെ ഖനനമല്ല, അറ്റോമിക് ധാതുക്കളുടെ ഖനനം എന്താണ്? ഗവൺമെന്റിന് മാത്രമേ ചെയ്യാവൂ, അല്ലാതെ പുറത്തൊരു കമ്പനിക്കും പോയി ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഗതാഗത മേഖല മുഴുവൻ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതുപോലെ ആണവോർജവും ഗവൺമെന്റിന്റെ കയ്യിലാണ്. പഠിക്കുക. അടുത്തതാണ് ആഗോളവൽക്കരണം. നമുക്ക് നോക്കാം എന്താണ് ആഗോളവൽക്കരണം എന്ന്. താരിഫുകൾ കുറച്ചു. ആഗോള നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് തീരുവ കുറച്ചു. താരിഫുകൾ കുറയ്ക്കുകയും ആഗോള നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടി, ആഗോള നിക്ഷേപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡിലുള്ള മറ്റു നിക്ഷേപകര്, അവരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് തീരുവ എന്ത് ചെയ്തു? കുറച്ചു. വിദേശ വ്യാപാര നയം ദീർഘകാലത്തേക്കുള്ളത് ലിബറൽ തുറന്ന നയമായി നടപ്പിലാക്കി. വിദേശ വ്യാപാര നയം ദീർഘകാലത്തേക്കുള്ളതായിരുന്നു. ലിബറലും അതുപോലെ തുറന്ന നയവുമായി അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ത്യൻ കറൻസി ഭാഗികമായി മാറ്റം വരുത്തുവാൻ കഴിയും. ഇന്ത്യൻ കറൻസി ഭാഗികമായി മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ മാറ്റം വരുത്തുവാൻ കഴിയുമായിരുന്നു ആഗോളവൽക്കരണ സമയത്ത്. അതുപോലെ തന്നെ വിദേശ നിക്ഷേപത്തിന്റെ ഇക്വിറ്റി പരിധി ഉയർത്തി. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഇക്വിറ്റി പരിധി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലുള്ള മൊത്തം അസറ്റ് എത്രയാണോ അതിനെയാണ് ഇക്വിറ്റി പരിധി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ വിദേശ നിക്ഷേപത്തിന്റെ ഇക്വിറ്റി പരിധി എന്ത് ചെയ്തു?
ചെയ്തു? ഉയർത്തി. വിദേശ നിക്ഷേപത്തിന്റെ ഇക്വിറ്റി പരിധി എന്ത് ചെയ്തു? ഉയർത്തി. അതായത് വിദേശ നിക്ഷേപത്തിൽ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തു? വന്നു. അപ്പൊ ഈ ഭാഗം ഒന്ന് ഓർത്തോളണേ. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താരിഫുകൾ കുറച്ചു. ആഗോള നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റം തീരുവ കുറച്ചു. വിദേശ വ്യാപാര നയം ദീർഘകാലത്തേക്കുള്ളതായിരുന്നു. ഇതിനെ ലിബറലും തുറന്ന നയവുമായി നടപ്പിലാക്കി. ഇന്ത്യൻ കറൻസി ഭാഗികമായി മാറ്റം കഴിഞ്ഞു. അതുപോലെ വിദേശ നിക്ഷേപത്തിന്റെ ഇക്വിറ്റി പരിധി ഉയർത്തുകയും ചെയ്തു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ലോക്കൽ വിൻസ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങൾ. എന്താണ് ലോക്കൽ വിൻസ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രാദേശികവാദങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ഇന്ത്യയിലുള്ള പ്രാദേശികവാദങ്ങൾ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലുള്ള പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരം PSC ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്നുണ്ട്. നമുക്കെല്ലാം വിശദമായിട്ട് പഠിക്കാം. പ്രാദേശികവാദങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് അറിയേണ്ടതാണ് എന്താണ് കാറ്റുകൾ എന്ന്. PSC ഒത്തിരി തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് LD ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. എന്താണ് കാറ്റുകൾ എന്നുള്ളത്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനം അറിയപ്പെടുന്ന പേരാണ് കാറ്റുകൾ. അതായത് ഉച്ചമർദ്ദ മേഖലയിൽ ഒരു പ്രദേശമുണ്ട്, ന്യൂനമർദ്ദ മേഖലയിൽ ഒരു പ്രദേശമുണ്ടെങ്കിൽ ആ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് കാറ്റുകൾ എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഡിഗ്രി ലെവൽ ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കുക. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഒന്നുകൂടി പറയാം. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. കാറ്റിന്റെ വേഗതയെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ LD ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മർദ്ദച്ചെരിവ്, കൊറിയോലിസ് പ്രഭാവം, അതുപോലെ തന്നെ ഘർഷണം. ഇത് മൂന്നും PSC പ്രീവിയസ് ആയി ഏകദേശം 4ഓളം ചോദ്യങ്ങളിൽ ചോദിച്ചിരുന്നു. LD എക്സാമിന് തന്നെ ചോദിച്ചിരുന്നു. കാറ്റിന്റെ വേഗതയെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്? മർദ്ദച്ചെരിവ്, കൊറിയോലിസ് പ്രഭാവം, അതുപോലെ ഘർഷണം. ഇത് മൂന്നുമാണ് കാറ്റിന്റെ വേഗതയെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് കാറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനമാണ് കാറ്റുകൾ എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. കാറ്റിന്റെ വേഗതയെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് മർദ്ദച്ചെരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. ഇത് മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ഇനി നമുക്ക് എന്താണ് മർദ്ദച്ചെരിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. മർദ്ദച്ചെരിവ് ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ശരിയാണല്ലേ സുഹൃത്തുക്കളെ? ഭൗമോപരിതലത്തിലെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ പല പ്രദേശങ്ങളിലും പല രീതിയിലുള്ള മർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരമുള്ള പ്രദേശത്തേക്ക് പോകുമ്പോൾ മർദ്ദം എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സമുദ്രനിരപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മർദ്ദനിരക്ക് കൂടുകയും ചെയ്യും. ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. അപ്പോ ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെ മർദ്ദച്ചരിവ് എന്ന് വിളിക്കുന്നു. അപ്പോ ഇത്തരത്തിലെ തിരശ്ചീനമായ തലത്തില് അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? മർദ്ദച്ചരിവ് എന്നാണ്. അപ്പോൾ എന്താണ് മർദ്ദച്ചരിവ് സുഹൃത്തുക്കൾ മനസ്സിലായല്ലോ? ഭൗമോപരിതലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീനമായ തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെ മർദ്ദച്ചരിവ് എന്ന പേരിൽ വിളിക്കുന്നു. മർദ്ദവ്യത്യാസം കൂടിയാൽ അത്തരം പ്രദേശങ്ങളിൽ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. +2 ലെവൽ ചോദിച്ചിരുന്നു. മർദ്ദവ്യത്യാസം കൂടിയാൽ അത്തരം പ്രദേശങ്ങളിലെ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. ഇത്തരം പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത ശക്തമായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. മർദ്ദവ്യത്യാസം കൂടിയാൽ അത്തരം പ്രദേശങ്ങളിൽ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. ഇത്തരം പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത ശക്തമായിരിക്കും. പഠിക്കുക. അടുത്തതാണ് കൊറിയോലിസ് ബലം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കൊറിയോലിസ് ബലം. ഭൂമിയുടെ ഭ്രമണം നിമിത്തം, ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി സ്വയം കറങ്ങുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭ്രമണം. അപ്പോ ഭൂമിയുടെ ഭ്രമണം നിമിത്തം
ഭൂമിയുടെ ഉപരിതലത്തില് സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കള് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരപാതയ്ക്ക് ഇടത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടും വ്യതിയാനം ഉണ്ടാകുന്നു. ഇതിന് കാരണമായ ബലമാണ് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഭൂമി ഇങ്ങനെ ഇരിക്കുവാണെന്ന് നിങ്ങൾ കരുതുക. അപ്പൊ ഈ ഭൂമിയുടെ നടുക്കൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ലേ സുഹൃത്തുക്കളെ? ഉണ്ട്. അതിന് മുകൾ ഭാഗത്തെ നമ്മൾ ഉത്തരാർദ്ധഗോളം എന്നും താഴ്ഭാഗത്തെ നമ്മൾ ദക്ഷിണാർദ്ധഗോളം എന്നും വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖയുടെ മുകൾ ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഉത്തരാർദ്ധഗോളം എന്നും താഴ്ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ദക്ഷിണാർദ്ധഗോളം എന്നും വിളിക്കുന്നു. ഭൂമി എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാലേ. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ഭൂമിയുടെ നമ്മുടെ ഭൗമ ഉപരിതലം ഇല്ലേ, ഭൂമിയുടെ മുകൾ ഭാഗത്തിൽ എന്തുണ്ട് സുഹൃത്തുക്കളെ? ഇങ്ങനെ പൊടിപടലങ്ങളും അല്ലെങ്കിൽ മഞ്ഞുപാളികളും ഒക്കെ ഇല്ലേ സുഹൃത്തുക്കളെ? മേഘങ്ങളും ഒക്കെ ഇല്ലേ സുഹൃത്തുക്കളെ? എവിടെയാണ്? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ. ഈ സാധനങ്ങളെല്ലാം കൂടി ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഇടത്തോട്ട് സഞ്ചരിക്കും. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ എങ്ങോട്ട് സഞ്ചരിക്കും? ഇടത്തോട്ട് സഞ്ചരിക്കും. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ വലത്തോട്ട് സഞ്ചരിക്കും. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അത് ഇടത്തോട്ട് സഞ്ചരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പൊടിപടലങ്ങളെല്ലാം കൂടെ വലത്തോട്ട് സഞ്ചരിക്കും. ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറിയോലിസ് ബലം. അല്ലാതെ കൊറിയോലിസ് ബലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നുമല്ല. ഇത്രയേ ഉള്ളൂ. ഭൂമി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന പൊടിപടലങ്ങളും അല്ലെങ്കിൽ മഞ്ഞുകട്ടകളും അല്ലെങ്കിൽ ജലബാഷ്പങ്ങളും ഇവയെല്ലാം ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ നേരെ ഇടത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ നേരെ വലത്തോട്ടും എന്ത് ചെയ്യും? വെറുതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഇവ രണ്ടും ഒരേ ഡയറക്ഷൻ അല്ല സഞ്ചരിക്കുന്നത്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അതാണ് കൊറിയോലിസ് ബലം. കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം കൂടുന്നു. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? കൊറിയോലിസ് ബലം കൂടുന്നു. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? കൊറിയോലിസ് ബലം കൂടുന്നു. ഈ ഭാഗം വ്യക്തമായിട്ട് സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതായി നമ്മൾ പറഞ്ഞതാണ് ഘർഷണം. എന്താ ഘർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് കാറ്റിന്റെ വേഗതയിലും വ്യത്യാസപ്പെടുന്നു. ഇതിന് കാരണമാണ് ഘർഷണം എന്ന് പറയുന്നത്. അതായത് ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് കാറ്റിന്റെ വേഗതയിലും വ്യത്യാസം ഉണ്ടാകുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഘർഷണം എന്ന് പറയുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. വലിയൊരു മലയുണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു മലനിര ഉണ്ടെന്ന് കരുതുക. കാറ്റ് ശക്തമായിട്ട് വീശുവാണെന്നും കരുതുക. കാറ്റ് ശക്തമായിട്ട് വീശി കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? കുറെ കാറ്റ് എന്ത് ചെയ്യും? നേരെ വന്നിട്ട് ഈ മലനിരകളിൽ തട്ടൂലേ. മലനിരകളിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മലനിരകളുടെ മുകളിലേക്ക് കാറ്റ് എന്ത് ചെയ്യും? പൊങ്ങിപ്പോകും അല്ലേ. മലനിരകൾ തട്ടിയിട്ട് അവിടെ നിൽക്കുമോ കാറ്റ്? ഇല്ല. കാറ്റ് എന്ത് ചെയ്യും? മലനിരകൾ കൂടി തട്ടി മുകളിലേക്ക് പോകും. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകും. അവിടെ വേഗത എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? കുറയും. വേഗത എന്ന് പറയുന്നത് കുറയും. അതായത് കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മലനിരകളുടെ മറുവശത്ത് എത്തുന്നത്. ഒന്നുമില്ല സംഭവം. ഒരു മലനിര ഉണ്ടെന്ന് കരുതുക. ആ മലനിരയിലേക്ക് ശക്തമായിട്ട് കാറ്റ് വീശുവാണെന്നുണ്ടെങ്കിൽ കാറ്റ് നേരെ വന്ന് ആദ്യം എന്ത് ചെയ്യും? ആ മലയിൽ വന്ന് തട്ടും. അതിനുശേഷം എന്ത് ചെയ്യും? ഇവൻ മുകളിലേക്ക് പൊങ്ങും. മുകളിലേക്ക് പൊങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റിന്റെ വേഗത കുറയും. അങ്ങനെ വേഗത കുറഞ്ഞ കാറ്റായിരിക്കും എവിടെ എത്തുന്നത്? ഈ മലനിരകൾക്ക് അപ്പുറത്ത് എത്തുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് കാറ്റിന് എതിരായിട്ട് അവിടെ എന്ത് വന്നു? പ്രതിരോധം വന്നു അല്ലെ. കാറ്റിനെതിരായിട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഘർഷണം. ഈ ഭാഗം സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. സമുദ്രോപരിതലത്തിലോ നിരപ്പായ ഭൂപ്രദേശങ്ങളിലോ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. കാരണം ഇവിടെ കാറ്റിനെ തടയുന്നതിനുള്ള നിർമ്മിതികൾ കുറവായതുകൊണ്ട് ഘർഷണം വളരെ കുറവായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സമുദ്രോപരിതലത്തിലോ, സമുദ്രത്തിന്റെ മുകളിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടോ സുഹൃത്തുക്കളെ? പൂർണ്ണമായിട്ടും തടസ്സങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നിരപ്പായ ഭൂപ്രദേശത്തിലും എന്തായിരിക്കും? കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് കാറ്റിനെ പ്രതിരോധിക്കാൻ അവിടെ യാതൊരുവിധ നിർമ്മിതികളും ഇല്ല. അതുകൊണ്ട് അവിടെ ഘർഷണം എന്ത് ചെയ്യും? വളരെ കുറവായിരിക്കും. ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കൂടുതലായതിനാൽ കാറ്റിന്റെ വേഗത കുറവായിരിക്കും. ഇതാണ് നമ്മൾ രണ്ടാമത്തെ കേസായിട്ട് പറഞ്ഞത്. ദുർഘടമായ ഭൂപ്രകൃതി, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കണക്ക് മലനിരകളോ കുന്നുകളോ ഒക്കെ ഉള്ളതാണ്. കാറ്റിനെ വെച്ച് നോക്കുമ്പോൾ ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതി കേട്ടോ. അതും മരങ്ങൾ ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ കാറ്റ് വീശുവാണെന്നുണ്ടെങ്കിൽ കാറ്റിന്റെ വേഗത ഉറപ്പായിട്ടും കുറയും. അതിനുള്ള കാരണം എന്താണ്? അവിടെ കാറ്റിന് ഒരുപാട് പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഘർഷണം ഉണ്ടാകും. അതുകൊണ്ട് കാറ്റിന് വേഗത കുറയുകയും ചെയ്യും. പഠിക്കുക. ഇനിയാണ് നമ്മൾ പ്രാദേശിക വാദങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. കാരണം PS ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവനെ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൽ കൂടി ചേർത്തത്.
പ്രാദേശിക വാദങ്ങളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളിൽ മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളിൽ മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് എന്ന് അറിയപ്പെടുന്നത്. പ്രാദേശികമായ മർദ്ദ വ്യത്യാസമാണ് ഇത്തരം കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണം. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. പ്രാദേശിക വാദങ്ങൾ രൂപപ്പെടുന്നതിന് കാരണം ചോദിച്ചാൽ ഒരു പ്രദേശത്തിലുണ്ടാകുന്ന മർദ്ദ വ്യത്യാസമാണ്. അപ്പോൾ ഒരു പ്രദേശത്തിൽ മാത്രം വീശുന്ന കാറ്റിനെ നമ്മൾ പ്രാദേശിക വാദം എന്ന് പറയുന്നു. ഈ പ്രാദേശിക വാദം ഉണ്ടാകണമെങ്കിൽ ആ പ്രദേശത്ത് ഒരു മർദ്ദ വ്യത്യാസം ഉണ്ടാകണം. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് മാത്രം കാറ്റ് വീശാൻ കാരണം. അപ്പോ പ്രാദേശികമായ മർദ്ദ വ്യത്യാസമാണ് ഇത്തരം കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണം. പ്രാദേശിക വാദങ്ങൾ പൊതുവെ ശക്തി കുറവായിരിക്കും. ശരിയായ പോയിന്റ് ആണ്. പ്രാദേശിക വാദങ്ങൾക്ക് പൊതുവെ ശക്തി എന്തായിരിക്കും? കുറവായിരിക്കും. പ്രാദേശിക വാദങ്ങൾക്ക് പൊതുവെ ശക്തി കുറവായിരിക്കും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രാദേശിക മർദ്ദ വ്യത്യാസമാണ് എന്തിനു കാരണം? പ്രാദേശിക വാദങ്ങൾ രൂപപ്പെടുന്നതിന് കാരണം. പ്രാദേശിക വാദങ്ങൾ പൊതുവെ ശക്തി കുറവായവയായിരിക്കും. പ്രാദേശിക വാദങ്ങൾ പൊതുവെ ശക്തി കുറവായവയായിരിക്കും. പഠിക്കുക. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രാദേശിക വാദമാണ് ചിനൂക്ക്. PSC എത്ര തവണ ചോദിച്ചെന്ന് PSCക്ക് പോലും അറിയില്ല. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. പഠിച്ചോളണേ, ഇങ്ങനെ തന്നെ പഠിക്കണേ. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക് ഒരു ഉഷ്ണക്കാറ്റാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ചിനൂക്ക് ഒരു ഉഷ്ണക്കാറ്റാണ്. മഞ്ഞു തിന്നുന്നവൻ എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദമാണ് ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവൻ എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം ഏതെന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. ഈ കാറ്റിന്റെ ഫലമായി, അതായത് ചിനൂക്ക് കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞ് ഉരുകുന്നത് കൊണ്ടാണ് ചിനൂക്കിന് ഈ പേര് ലഭിക്കുവാൻ കാരണം, അല്ലെങ്കിൽ മഞ്ഞു തിന്നുന്നവൻ എന്ന പേര് ലഭിക്കുവാൻ കാരണം. കേട്ടോ, അതായത് ചിനൂക്ക് കാറ്റിന്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞു മുഴുവൻ എന്ത് ചെയ്യും? ഉരുകുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചിനൂക്കിനെ മഞ്ഞു തിന്നുന്നവൻ എന്നുള്ള പേര് ലഭിക്കാൻ കാരണം. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് ചിനൂക്ക്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചത് ഇങ്ങനെയാണ്: ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം ചിനൂക്കായിരുന്നു അന്ന് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. പഠിക്കുക. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാല് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക് ഒരു ഉഷ്ണക്കാറ്റാണ്. മഞ്ഞു തിന്നുന്നവൻ അർത്ഥം വരുന്ന പ്രാദേശിക വാദമാണ് ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞ് ഉരുകുന്നത് കൊണ്ടാണ് ചിനൂക്കിന് ഈ പേര് ലഭിക്കുവാൻ കാരണം. ശൈത്യത്തിന്റെ കാഠിന്യം കുറയുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. PSC ഇവിടെ നിന്ന് ചോദിച്ചത് ശൈത്യകാലത്ത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റ് എന്നാണ് ചോദിച്ചത്. ഉത്തരം ഏതാണ്? ചിനൂക്കാണ്. പഠിക്കുക. അടുത്തതായി PSC പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ് ഫൊൻ എന്ന് പറയുന്ന പ്രാദേശിക വാദം ഏതാണ്? ഫൊന്ന്. ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ ചെരുവിലൂടെ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ ചെരുവിലൂടെ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ഫൊൻ എന്ന് പറയുന്നത്. കാറ്റ് വളരെ വേഗം താഴ്വരയിലേക്ക് വീശുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുവാനും കഴിയുന്നു. കാറ്റ് വളരെ വേഗം ആൽപ്സിന്റെ താഴ്വരയിലേക്ക് വീശുന്ന സമയത്ത് കാറ്റിന്റെ സമ്മർദ്ദം കൊണ്ട് കാറ്റ് എന്ത് ചെയ്യും? ചൂടാകുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ അല്ലെങ്കിൽ അവിടത്തെ അന്തരീക്ഷത്തിന്റെ തണുപ്പിന്റെ കാഠിന്യം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുവാനും കഴിയുന്നു. ഫോൺ ശക്തി കൂടിയ വരണ്ട പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്.
ഫൊൻ എന്ന് പറയുന്നത് ശക്തി കൂടിയ വരണ്ട പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാണ്. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദം ചോദിച്ചാൽ ഫൊന്നാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദം എന്ന് ചോദിച്ചാൽ അത് ഫൊന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ ചെരിവിലൂടെ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. കാറ്റ് വളരെ വേഗം താഴ്വരയിലേക്ക് വീശുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുവാനും കഴിയുന്നു. ഫൊൻ എന്ന് പറയുന്നത് ശക്തി കൂടിയ വരണ്ട പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാണ്. ഫൊൻ എന്ന് പറയുന്നത് ശക്തി കൂടിയ വരണ്ട പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാണ്. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദം ഫൊന്നാണ്. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദം ഏതാ സുഹൃത്തുക്കളെ? ഫൊന്നാണ്. പഠിക്കുക. അടുത്തതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഹർമാറ്റൻ. എന്താണ് ഹർമാറ്റൻ? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹാർമാറ്റൻ. പഠിച്ചോളണേ, പ്രീവിയസ് ആണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹാർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഹാർമറ്റൻ ആണ്. ഇതാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചത്. ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഹാർമാറ്റൻ ആണ്. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ, ശ്രദ്ധിക്കുക, പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയില് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പ്രാദേശിക വാദത്തെ ഹാർമറ്റൻ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ സുഹൃത്തുക്കളെ. പൊതുവെ ഈർപ്പം നിറഞ്ഞ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടിയ അസഹനീയമായ കാലാവസ്ഥ അല്ലെങ്കിൽ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പ്രാദേശിക വാദത്തെ ഹാർമാറ്റൻ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. സഹാറ മരുഭൂമിയിലൂടെ വീശുന്ന കാറ്റായതിനാൽ തന്നെ ഹാർമറ്റന് ചൂട് കൂടുതലും അതുപോലെ വരണ്ടതും ധാരാളം പൊടി നിറഞ്ഞതുമായിരിക്കും. മറക്കല്ലേ, സഹാറ മരുഭൂമിയിലൂടെ വീശുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഹാർമറ്റൻ ചൂട് കൂടുതലായിരിക്കും, വരണ്ടതും ധാരാളം പൊടി നിറഞ്ഞതുമായിരിക്കും. ആർക്ക്? ഹാർമറ്റൻ. അവിടെ നിന്ന് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുവാണ്, ഈ സഹാറ മരുഭൂമിയിലുള്ള റെഡ് സോയിലാണ് കേട്ടോ കൂടുതലായിട്ട് ഈ ഹാർമറ്റൻ കാറ്റിലൂടെ നിറഞ്ഞു പുറത്തേക്ക് വരുന്നത്. ആ സുഹൃത്തുക്കൾ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഈ സഹാറ മരുഭൂമിയുടെ മുകളിലൂടെയാണ് ഈ ഹാർമറ്റൻ എന്ന് പറയുന്ന കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ സഹാറ മരുഭൂമിയിലുള്ള ചൂട് ആരേറ്റെടുക്കും? ഈ ഹാർമറ്റൻ കാറ്റ് ഏറ്റെടുക്കും. അതുപോലെ തന്നെ ഈ ഹാർമറ്റൻ കാറ്റിലുള്ള ജലത്തിന്റെയൊക്കെ അംശമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അങ്ങ് വലിച്ചെടുക്കും. ഏതാണ്? ഈ താപനില കൂടുന്നത് കാരണം. അതുകൊണ്ട് തന്നെ നല്ല വരണ്ട കാറ്റായിരിക്കും ഇത്. അതുപോലെ തന്നെ ധാരാളം പൊടി നിറഞ്ഞിരിക്കും ഇതിനകത്ത്. അതിൽ തന്നെ സഹാറ മരുഭൂമിയിൽ കാണപ്പെടുന്ന റെഡ് സോയിൽ ആയിരിക്കും കൂടുതൽ. ഒന്ന് പഠിച്ചു വെച്ചോളാം കേട്ടോ. സഹാറ മരുഭൂമിയിൽ കാണപ്പെടുന്ന റെഡ് സോയിൽ ആയിരിക്കും ഇതിൽ കൂടുതൽ. മറ്റു പ്രാദേശിക വാദങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണകാലത്ത് ശക്തി പ്രാപിക്കുന്ന കാറ്റാണ് ഹാർമറ്റൻ. പഠിച്ചോളണേ, മറ്റു പ്രാദേശിക വാദങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണകാലത്ത് ശക്തി പ്രാപിക്കുന്ന കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ഹാർമാറ്റൻ ആണ്. നല്ലൊരു ചോദ്യമാണ്. മറ്റു പ്രാദേശിക വാദങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണകാലത്ത് ശക്തി പ്രാപിക്കുന്ന കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ഹാർമറ്റൻ ആണ്. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹാർമറ്റൻ. ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശിക വാദം എന്ന് ചോദിച്ചാൽ അത് ഹാർമാറ്റൻ ആണ്. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രാദേശിക വാദത്തെ ഹാർമറ്റൻ ഡോക്ടർ എന്നറിയപ്പെടുന്നു. സഹാറ മരുഭൂമിയിലൂടെ വീശുന്ന കാറ്റായതിനാൽ തന്നെ ഹാർമറ്റന് ചൂട് കൂടുതലും വരണ്ടതും ധാരാളം പൊടി നിറഞ്ഞതുമായിരിക്കും. ഇതിൽ തന്നെ സഹാറ മരുഭൂമിയിൽ കാണപ്പെടുന്ന റെഡ് സോയിൽ ആയിരിക്കും ഈ കാറ്റിനകത്ത് കൂടുതലായി കാണപ്പെടുന്നത്. മറ്റു പ്രാദേശിക വാദങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണകാലത്ത് ശക്തി പ്രാപിക്കുന്ന കാറ്റാണ് ഹാർമറ്റൻ എന്ന് പറയുന്നത്. പഠിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടു പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ്. ഇവ രണ്ടും PSC ഇപ്പോഴങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ രണ്ട് പ്രാദേശിക വാദങ്ങൾ കൂടി ഒന്ന് പഠിക്കാം. ഏതൊക്കെയാണവ? ആദ്യത്തെ ആളാരാണ്? സാന്റ അനയാണ്. എന്താണ്? സാന്റ അന. നമുക്ക് നോക്കാം. സാന്റ അന തെക്കൻ കാലിഫോർണിയയുടെ വടക്ക് കിഴക്ക് നിന്ന് വീശുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ വരണ്ട ഉഷ്ണക്കാറ്റാണ് സാന്റ അന. മറക്കലും സാന്റ അന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
തെക്കൻ കാലിഫോർണിയയുടെ വടക്കു കിഴക്കു നിന്ന് വീശുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ വരണ്ട ഉഷ്ണക്കാറ്റാണ് സാന്റ അന. പിശാചിന്റെ കാറ്റ് അഥവാ ഡെവിൾസ് വിൻഡ് എന്നറിയപ്പെടുന്നത് സാന്റ അനയാണ്. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചത്. പിശാചിന്റെ കാറ്റ് അഥവാ ഡെവിൾസ് വിൻഡ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് സാന്റ അനയാണ്. ഏതാണ്? സാന്റ അന കാറ്റാണ്. ഈ പ്രാദേശികവാദം തെക്കൻ കാലിഫോർണിയയിലെ സസ്യങ്ങൾ ഉണങ്ങുന്നതിന് കാരണമാകുന്നു. സസ്യങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാട്ടുതീയുടെ സാധ്യത വർദ്ധിക്കുകയും കാട്ടുതീ പടർന്നു കഴിഞ്ഞാൽ ഈ കാറ്റ് തീ ആളിപ്പടരുന്നതിന് സഹായിക്കുകയും ചെയ്യും. കാട്ടുതീയുടെ ആഘാതം ഇതോടുകൂടി വർദ്ധിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് സാന്റ അനയെ പിശാചിന്റെ കാറ്റ് അഥവാ ഡെവിൾസ് വിൻഡ് എന്നറിയപ്പെടുന്നത്. കേട്ടോ, പഠിച്ചോളണേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന തെക്കൻ കാലിഫോർണിയ പ്രദേശത്തിലെ സസ്യങ്ങള് ഈ സാന്റ അന കാറ്റ് വീശുന്നതോടുകൂടി ഉണങ്ങുകയും ഇങ്ങനെ സസ്യങ്ങൾ പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞാല് ഇത് കാട്ടുതീ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. ഇങ്ങനെ കാട്ടുതീ പടർന്നു കഴിഞ്ഞാല് ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയല്ലേ സാന്റ അന എന്ന് പറയുന്ന കാറ്റ്. ഈ കാറ്റ് എന്ത് ചെയ്യും? ഈ കാട്ടു ആളിപ്പടരുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ കാട്ടുതീ ആളിപ്പടർന്നു കഴിഞ്ഞാൽ കാട്ടുതീയുടെ ആഘാതം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സാന്റ അനയെ പിശാചിന്റെ കാറ്റ് അഥവാ ഡെവിൾസ് വിൻഡ് എന്ന് വിളിക്കുന്നതിന് കാരണം. പഠിക്കുക. അടുത്ത കാറ്റാണ് സിറോക്കോ. അടുത്ത കാറ്റ് ഏതാണ്? സിറോക്കോ. സഹാറയിൽ നിന്നും ഉത്ഭവിച്ച് വടക്കൻ ആഫ്രിക്കയിലും തെക്കൻ യൂറോപ്പിലും ഉടനീളവും ചുഴലിക്കാറ്റിന്റെ വേഗതയിൽ വീശുന്ന ഒരു മെഡിറ്ററേനിയൻ കാറ്റാണ് സിറോക്കോ. ഈ ചുഴലിക്കാറ്റിന്റെ വേഗതയിൽ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ. സഹാറയിൽ നിന്ന് ഉത്ഭവിച്ച് വടക്കേ ആഫ്രിക്കയിലും തെക്കൻ യൂറോപ്പിലും ഉടനീളവും കറങ്ങി ചുഴലിക്കാറ്റിന്റെ വേഗതയിൽ വീശുന്ന ഒരു മെഡിറ്ററേനിയൻ കാറ്റാണ് സിറോക്കോ എന്ന് പറയുന്നത്. ഇനി സിറോക്കയ്ക്ക് മറ്റു കാറ്റുകളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. പല പ്രദേശത്തും കാലാവസ്ഥയിൽ പല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കും. ആരെന്ന് പറയുന്നത്? ഈ സിറോക്കോ എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ആഫ്രിക്കയുടെ വടക്കൻ തീരത്ത് പൊടി നിറഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥയുണ്ടാക്കുന്ന സിറോക്കോ എന്നാൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് കൊടുങ്കാറ്റുകളും യൂറോപ്പിലേക്ക് തണുത്തതും മഴയുള്ളതുമായ കാലാവസ്ഥ നൽകുകയും ചെയ്യുന്നു. പഠിച്ചോളനെ. സിറോക്കോ ആഫ്രിക്കയുടെ വടക്കൻ തീരത്ത് പൊടി നിറഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന സമയത്ത് മെഡിറ്ററേനിയൻ കടലിൽ കൊടുങ്കാറ്റുകളും അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് തണുത്ത മഴയുള്ള കാലാവസ്ഥയും നൽകുന്നു സിറോക്കോ. പഠിച്ചോളണേ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് സിറോക്കോ എന്നുള്ളത്? സഹാറ നിന്ന് ഉത്ഭവിച്ച് നേരെ വടക്കേ ആഫ്രിക്കയിലും അതുപോലെ തന്നെ തെക്കൻ യൂറോപ്പിൽ ഉടനീളവും ചുഴലിക്കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മെഡിറ്ററേനിയൻ കാറ്റാണ് സിറോക്കോ എന്ന് പറയുന്നത്. സിറോക്കോ ആഫ്രിക്കയുടെ വടക്കൻ തീരത്തേക്ക് പൊടി നിറഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന സമയത്ത് തന്നെ മെഡിറ്ററേനിയൻ കടലില് കൊടുങ്കാറ്റ് വീശുന്നതിനും കാരണമാകുന്നു. അതിനോടൊപ്പം തന്നെ യൂറോപ്പിലേക്ക് തണുത്തതും മഴയുള്ളതുമായ കാലാവസ്ഥ നൽകുന്നതും ആരാണ്? സിറോക്കോ എന്ന് പറയുന്ന പ്രാദേശികവാദമാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി LD ലെവൽ എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട് പ്ലാനിംഗ് കമ്മീഷൻ. നമുക്ക് സമയം കളയേണ്ട നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് മാസം 15-ാം തീയതി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ സുഹൃത്തുക്കളെ? ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷന്റെ ഭാഗമായിരുന്ന മറ്റംഗങ്ങളായിരുന്നു TT കൃഷ്ണമാചാരിയും അതുപോലെ തന്നെ CD ദേശ്മുഖും. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പഠിക്കാതെ സുഹൃത്തുക്കൾ LD എക്സാമിന് പോകരുത്. ഇത്രയും പ്രധാനമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് മാസം 15-ാം തീയതി. ആസൂത്രണ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷന്റെ ഭാഗമായുള്ള മറ്റംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖുമാണ്. പഠിക്കുക.
ആസൂത്രണ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ധനമന്ത്രിയും അതുപോലെ തന്നെ ആസൂത്രണ മന്ത്രിയും. പഠിച്ചോളണേ, ആസൂത്രണ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? ധനമന്ത്രിയും ആസൂത്രണ മന്ത്രിയുമായിരുന്നു. ആസൂത്രണ കമ്മീഷൻ നേരിട്ട് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. പഠിച്ചോളണേ, ആസൂത്രണ കമ്മീഷൻ നേരിട്ട് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. പഠിക്കുക. സ്വതന്ത്രാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഈ പദ്ധതികൾ പലതും സ്വാതന്ത്ര്യ സമര കാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളും ചർച്ച ചെയ്തവയായിരുന്നു. അപ്പോ സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തികമായി ഇന്ത്യയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഈ പദ്ധതികൾ പലതും സ്വാതന്ത്ര്യ സമര കാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടവയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്നു കേന്ദ്രീകൃത സാമ്പത്തികാസൂത്രണം. പഠിച്ചോളനെ, കേന്ദ്രീകൃത സാമ്പത്തികാസൂത്രമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കടമെടുത്തിരിക്കുന്ന രാജ്യം എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ആസൂത്രിത കമ്മീഷൻ മുന്നോട്ട് വെച്ച വികസന പദ്ധതികളെ പഞ്ചവത്സര പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷൻ മുന്നോട്ട് വെച്ച വികസന പദ്ധതികളെ പഞ്ചവത്സര പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഈ പദ്ധതികൾ പലതും സ്വാതന്ത്ര്യ സമര കാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളും ചർച്ച ചെയ്തവയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കേന്ദ്രീകൃതമായ ഒരു സാമ്പത്തികാസൂത്രണം ഇന്ത്യക്ക് വേണമെന്നുള്ളത്. ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നും. ആസൂത്രണ കമ്മീഷൻ മുന്നോട്ട് വെച്ച വികസന പദ്ധതികളെ പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷൻ മുന്നോട്ട് വെച്ച വികസന പദ്ധതികളെ പഞ്ചവത്സര പദ്ധതികൾ എന്നും അറിയപ്പെടുന്നു. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാനുള്ളതാണ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ: സാങ്കേതിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ രാജ്യത്തിന്റെ മൂലധനം, മെറ്റീരിയൽസ്, മാനവ വിഭവശേഷി എന്നിവയുടെ ഒരു വിലയിരുത്തൽ നടത്തുക. രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഈ വിഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ പഠിക്കുക. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പറഞ്ഞു. സാങ്കേതിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മൂലധനം, അതായത് സാങ്കേതിക ഉദ്യോഗസ്ഥര്, നല്ല ഡോക്ടർമാര്, നല്ല കർഷകര്, ഇവരെല്ലാവരും ഒരു രാജ്യത്തിന്റെ മൂലധനമാണ് കേട്ടോ സുഹൃത്തുക്കളെ, അല്ലാതെ വേറൊന്നുമില്ല. നല്ല സാങ്കേതിക ഉദ്യോഗസ്ഥര്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല എഞ്ചിനീയർമാര്, അതുപോലെ തന്നെ നല്ല ഡോക്ടർമാര്, നല്ല കൃഷിക്കാര്, നല്ല വ്യവസായികൾ, ഇവരെല്ലാവരും ഒരു രാജ്യത്തിന്റെ മൂലധനമായി കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള മൂലധനത്തിന്റെയും ഇന്ത്യയിലുള്ള മെറ്റീരിയൽസിന്റെയും മാനവ വിഭവശേഷി എന്നിവയുടെ വിലയിരുത്തൽ നടത്തണം. അതുപോലെ തന്നെ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഈ വിഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ പഠിക്കുകയും വേണം ആസൂത്രണ കമ്മീഷൻ ആദ്യം ചെയ്തത്. രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ഏറ്റവും സന്തുലിതവും ഫലപ്രദവുമായ ഉപയോഗത്തിനായി ഒരു പദ്ധതി തയ്യാറാക്കുക. രാജ്യത്തിലെ വിഭവങ്ങളുടെ ഏറ്റവും സന്തുലിതവും ഫലപ്രദവുമായുള്ള ഉപയോഗത്തിനായി ഒരു പദ്ധതി തയ്യാറാക്കുക. പദ്ധതി നടപ്പിലാക്കേണ്ട ഘട്ടങ്ങൾ നിർവചിക്കുകയും ഓരോ ഘട്ടവും പൂർത്തിയാക്കുന്നതിനുള്ള വിഭവങ്ങളുടെ വിഹിതം മുന്നോട്ട് വെക്കുകയും ചെയ്യുക ആസൂത്രണ കമ്മീഷൻ. പദ്ധതികൾ നടപ്പിലാക്കേണ്ട ഘട്ടങ്ങൾ കൃത്യമായി നിർവചിക്കണം. അതായത് ഒരു പദ്ധതി എപ്പോൾ ആരംഭിക്കണമെന്നും എപ്പോൾ അവസാനിക്കണമെന്നും ആര് തീരുമാനിക്കണം? ആസൂത്രണ കമ്മീഷൻ തീരുമാനിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഓരോ ഘട്ടത്തിലും അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ വിഹിതം നൽകുകയും ചെയ്യണം. ആരാണ്? ആസൂത്രണ കമ്മീഷൻ എന്നുള്ളത് ഓർക്കുക. സാമ്പത്തിക വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ വ്യക്തമാക്കുക. നിലവിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യം കണക്കിലെടുത്ത് പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി സജ്ജീകരിക്കേണ്ട വ്യവസ്ഥകൾ കണ്ടെത്തുക എന്നതും ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ പെടുന്നവയായിരുന്നു. ഒന്നാമത് എന്താ പറഞ്ഞത്? സാമ്പത്തിക വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഘടകങ്ങൾ വ്യക്തമാക്കുക. നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയവുമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വേണം പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പദ്ധതിയുടെ ഓരോ ഘട്ടവും അതിന്റെ എല്ലാ വശങ്ങളിലും വിജയകരമായി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ യന്ത്രസാമഗ്രികൾ നിർണയിക്കുക. അപ്പൊ ഓരോ പദ്ധതികളും നടപ്പിലാക്കിയാൽ മാത്രം പോരാ,
അതിന്റെ പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടവും അല്ലെങ്കിൽ അതിന്റെ വിജയത്തിന്റെ ഓരോ ഘട്ടവും നടപ്പിലാക്കുന്നതിന് ആവശ്യമായ യന്ത്രസാമഗ്രികൾ ഏതൊക്കെയാണെന്ന് നിർണ്ണയിക്കുകയും അത് അപ്പോൾ ആ പദ്ധതിയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ആരാണെന്ന് പറയുന്നത്? ഈ പറഞ്ഞേക്കുന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളും നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി പതിവായി വിലയിരുത്തുകയും അത്തരം മൂല്യനിർണ്ണയം ആവശ്യമായി തോന്നിയേക്കാവുന്ന നയങ്ങളുടെയും നടപടികളുടെയും തിരുത്തലുകളോ ശുപാർശകളോ നിർദ്ദേശിക്കുകയും ചെയ്യുക. പ്ലാനിംഗ് കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളും നടപ്പിലാക്കുന്നതിന് കൈവരിച്ച പുരോഗതി പതിവായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അത്തരം മൂല്യനിർണ്ണയം ആവശ്യമായി തോന്നിയേക്കാവുന്ന നയങ്ങളുടെയും നടപടികളുടെയും തിരുത്തലുകളോ ശുപാർശകളോ നിർദ്ദേശിക്കുകയും ചെയ്യണം. ഒന്നുമില്ല, ഒരു പദ്ധതി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നടത്തുവാണെന്ന് കരുതുക. അപ്പോൾ ആ പ്ലാനിംഗ് കമ്മീഷൻ ഇങ്ങനെ നടത്തി വരുന്നു, അല്ലെങ്കിൽ അതിന്റെ പുരോഗതി എന്താണ് ഇങ്ങനെ നോക്കി വരുന്ന സമയത്ത് ചില സ്ഥലത്ത് റോ മെറ്റീരിയൽസിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അല്ലെങ്കിൽ ചില സ്ഥലത്ത് വേതനത്തിന്റെ കുറവ് മൂലം തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാനുള്ള നടപടി എടുക്കുവാനുള്ള അവകാശം ആർക്കുണ്ട് സുഹൃത്തുക്കളെ? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനുണ്ട്. അതിനു വേണ്ടിയിട്ട് നടപടികളുടെയും അതുപോലെ തിരുത്തുകളുടെയും ശുപാർശയോ നിർദ്ദേശങ്ങളോ ഒക്കെ ആർക്ക് കൊടുക്കാം? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് കൊടുക്കാൻ കഴിയും. അതിനേൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിറവേറ്റുന്നതിൽ നിന്നും അല്ലെങ്കിൽ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ, നിലവിലെ നയങ്ങൾ, നടപടികൾ, വികസന പരിപാടികൾ എന്നിവ പരിഗണിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാമർശിക്കാവുന്ന അത്തരം പ്രത്യേക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനോ അത്തരം ഇടക്കാല അല്ലെങ്കിൽ അനുബന്ധ ശുപാർശകൾ ഉണ്ടാക്കുകയോ ചെയ്യുക. ആരാണ്? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുമില്ല സംഗതി. പ്ലാനിംഗ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ചുമതലകള് നിറവേറ്റുക അല്ലെങ്കിൽ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ നോക്കിയിട്ടും നിലവിലെ നയങ്ങൾ, അപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന നയങ്ങൾക്കനുസരിച്ചും നടപടികൾ, വികസന പരിപാടികൾ എന്നിവ പരിഗണിച്ചുകൊണ്ടും, നടപടികളും വികസന പരിപാടികളും പരിഗണിച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാമർശിക്കുന്ന രീതിയിലുള്ള പ്രത്യേക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുവാനും അത്തരം ഇടക്കാല അല്ലെങ്കിൽ അനുബന്ധ ശുപാർശകൾ ഉണ്ടാക്കുന്നതും ആരാണ്? പ്ലാനിംഗ് കമ്മീഷനാണ് സുഹൃത്തുക്കൾ പഠിക്കുക. ഇനി നമുക്ക് PSC ചോദിച്ചിട്ടുള്ളതാണ് ആസൂത്രണ കമ്മീഷനും നീതി ആയോഗിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം. ആസൂത്രണ കമ്മീഷനും നീതി ആയോഗിൽ നിന്നുള്ള പ്രധാന വ്യത്യാസങ്ങൾ. മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഫണ്ട് അനുവദിക്കുവാനുള്ള അവകാശം ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു അക്കാലത്ത്. മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഫണ്ട് അനുവദിക്കുവാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ സാന്നിധ്യം പരിമിതപ്പെടുത്തിയിരുന്നു. അതായത് ഇപ്പോഴത്തെ പോലെ സംസ്ഥാന സർക്കാരിന് കയറി വികസനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ സാന്നിധ്യം വളരെ പരിമിതമായിരുന്നു. സെക്രട്ടറിമാരുടെയും മെമ്പർമാരുടെയും നിയമനം സാധാരണ നടപടിക്രമങ്ങൾ വഴിയുള്ള നിയമനമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ നമ്മുടെ നീതി ആയോഗ് ആണെങ്കിൽ ആര് തിരഞ്ഞെടുക്കും? നമ്മുടെ പ്രധാനമന്ത്രി ഒരാളെ CEO എന്ന് പറഞ്ഞങ്ങ് തിരഞ്ഞെടുക്കും അല്ലെ? അതിന് പകരമായിട്ട് സെക്രട്ടറിമാരുടെയും മെമ്പർമാരുടെയും നിയമനം സാധാരണ നടപടിക്രമങ്ങൾ വഴിയുള്ള നിയമനമായിരുന്നു. ഫണ്ട് അലോക്കേഷൻ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ കമ്മീഷൻ നയങ്ങൾ രൂപീകരിക്കുകയുള്ളായിരുന്നു. ഫണ്ട് അലോക്കേഷൻ സംസ്ഥാനങ്ങളുമായി കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ കമ്മീഷൻ നയങ്ങൾ രൂപീകരിക്കുള്ളായിരുന്നു. വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുവാനുള്ള അവകാശം ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കാനുള്ള അവകാശം ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആസൂത്രണ കമ്മീഷന് തീരുമാനിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള അവകാശം ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആസൂത്രണ കമ്മീഷൻ തീരുമാനമെടുക്കുന്ന നയങ്ങള് നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ മേല് സമ്മർദ്ദം ചെലുത്തുവാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ ആർക്കില്ല? നീതി ആയോഗിനില്ല എന്നുകൂടി സുഹൃത്തുക്കളെന്ന് ഓർക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ആസൂത്രണ കമ്മീഷന് നീതി ആയോഗിൽ നിന്നുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഫണ്ട് അനുവദിക്കുവാൻ ആസൂത്രണ കമ്മീഷൻ അധികാരമുണ്ടായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ സാന്നിധ്യം പരിമിതപ്പെടുത്തിയിരുന്നു. സെക്രട്ടറിമാരുടെയും മെമ്പർമാരുടെയും നിയമനം സാധാരണ നടപടിക്രമങ്ങൾ വഴിയുള്ള നിയമനമായിരുന്നു. ഫണ്ട് അലോക്കേഷൻ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ കമ്മീഷൻ നയങ്ങൾ രൂപീകരിച്ചു. വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്ന അവകാശം ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആസൂത്രണ കമ്മീഷന് തീരുമാനിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇതും സുഹൃത്തുക്കളെ
പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഗോദാവരി നദിയെ പറ്റി. എന്തിനെ പറ്റിയ സുഹൃത്തുക്കളെ? ഗോദാവരി നദിയെ പറ്റി നമുക്ക് നോക്കാം. ഗോദാവരി നദി വൃദ്ധഗംഗ എന്നും ദക്ഷിണഗംഗ എന്നും അറിയപ്പെട്ടിരുന്ന നദി ഗോദാവരി. വൃദ്ധഗംഗ എന്നും ദക്ഷിണഗംഗ എന്നും അറിയപ്പെട്ടിരുന്ന നദി ഗോദാവരി നദി. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ നീളം 1465 കിലോമീറ്റർ അല്ലെങ്കിൽ 910 മൈല്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഗോദാവരി നദിയുടെ നീളം 1465 കിലോമീറ്റർ അല്ലെങ്കിൽ 910 മൈലാണ്. ഗംഗാ നദി കഴിഞ്ഞാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗംഗാ നദി കഴിഞ്ഞാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വറിൽ നിന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഗോദാവരി നദിയുടെ ഉത്ഭവം ചോദിച്ചാല് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയായ ഗോദാവരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയായ ഗോദാവരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഗോദാവരി നദി ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 10% വിസ്തൃതിയിൽ ഒഴുകുന്നതായി കണക്കാക്കുന്നു. ഗോദാവരി നദി ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 10% വിസ്തൃതിയിൽ ഒഴുകുന്നതായിട്ട് കണക്കാക്കുന്നു. ഗോദാവരി നദി ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളെ. ഗോദാവരി നദി ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? മഹാരാഷ്ട്രയാണ്. ഒന്നുകൂടി പറയാം. വൃദ്ധഗംഗ എന്നും ദക്ഷിണഗംഗ എന്നും അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ ഗോദാവരി. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ അല്ലെങ്കിൽ 910 മൈലാണ്. ഗംഗാ നദി കഴിഞ്ഞാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വറിൽ നിന്നാണ്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയായ ഗോദാവരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗോദാവരി നദി ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 10% വിസ്തൃതിയിൽ ഒഴുകുന്നതായി കണക്കാക്കുന്നു. ഗോദാവരി നദി ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പഠിക്കുക. ഗോദാവരി നദിയുടെ വൃഷ്ടിപ്രദേശം 7 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഗോദാവരി നദിയുടെ വൃഷ്ടിപ്രദേശം 7 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഗോദാവരി നദി രൂപീകരിക്കുന്ന ഡെൽറ്റകൾ വൃത്താകൃതിയിലുള്ളവയും വലിപ്പമുള്ളവയുമാണ്. ഇത്തരം ഡെൽറ്റകളെ ലോബേറ്റ് ഡെൽറ്റകൾ എന്നറിയപ്പെടുന്നു. പഠിച്ചോളണേ. ഗോദാവരി നദി രൂപീകരിക്കുന്ന ഡെൽറ്റകള് വൃത്താകൃതിയിലുള്ളവയും വലിപ്പമുള്ളവയുമാണ്. ഇത്തരത്തിലുള്ള ഡെൽറ്റകളെ ലോബേറ്റ് ഡെൽറ്റകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ലോബേറ്റ് ഡെൽറ്റകൾ ഉണ്ടാകുന്ന ഇന്ത്യൻ നദി എന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. പഠിക്കുക. ഗോദാവരി നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീര. ഗോദാവരി നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീരയും ഗോദാവരി നദിയുടെ ഏറ്റവും വലിപ്പം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയെ എന്ന് ചോദിച്ചാൽ പോഷക നദിയെ എന്ന് ചോദിച്ചാൽ അത് പ്രാണഹിതയുമാണ്. തെറ്റിപ്പോവല്ലേ. ഗോദാവരി നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി മഞ്ചീര. ഗോദാവരി നദിയുടെ ഏറ്റവും വലിപ്പം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ജലം വഹിക്കുന്ന നദിയെ എന്ന് ചോദിച്ചാൽ പോഷക നദിയെ എന്ന് ചോദിച്ചാൽ അത് പ്രാണഹിതയുമാണ്. പഠിക്കുക. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ സുഹൃത്തുക്കൾ പഠിക്കുക. പൂർണ, മഞ്ചീര, പെൺഗംഗ, വാർധ, പ്രാണഹിത, ഇന്ദിരാവതി, അതുപോലെ തന്നെ ശബരി. ഇതില് പൂർണയും മഞ്ചീരയും പെൺഗംഗയും പ്രാണഹിതയും ഇന്ദിരാവതിയും ശബരിയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇതിൽ ശബരി നദി എടുത്തു പഠിക്കണം സുഹൃത്തുക്കള്. ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് പമ്പാ നദി കൊടുത്തിരുന്നു. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് പമ്പയിലുള്ളത്. അല്ലാതെ പമ്പയ്ക്ക് ശബരി എന്ന് പറഞ്ഞൊരു പോഷക നദി ഇല്ല. ഇവിടെ വെച്ചങ്ങ് പഠിക്കുക. പമ്പയ്ക്ക് ശബരി എന്ന് പറഞ്ഞൊരു പോഷക നദി ഇല്ല. അതുകൊണ്ട് ഓപ്ഷനിൽ പമ്പ കണ്ടറിനെ കൊടുത്ത് ആൻസർ കൊടുത്ത് തെറ്റിക്കലേ സുഹൃത്തുക്കളെ. ശബരി എന്ന് പറയുന്നത് ഗോദാവരിയുടെ പോഷക നദിയാണ്. ശബരി എന്ന് പറയുന്നത് ഗോദാവരിയുടെ പോഷക നദിയാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് PSC ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പ്ലാന്റ് ഹോർമോണുകളെ പറ്റി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പ്ലാന്റ് ഹോർമോണുകൾ എന്നുള്ളത്? സസ്യ ഹോർമോണുകൾ സസ്യങ്ങളിലെ ജീവൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് സസ്യ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത്.
സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് സസ്യ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് ഓക്സിൻ. ആദ്യത്തേതാരാണ്? ഓക്സിൻ. കോശ വളർച്ച, കോശ ദീർഘീകരണം, ശ്രദ്ധിച്ചോളണേ, കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലങ്ങളുടെ രൂപീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. മറക്കല്ലേ, ഓക്സിൻ എന്ന് പറയുന്നത് കോശ വളർച്ച, കോശത്തിന്റെ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലങ്ങളുടെ രൂപീകരണത്തിനും സസ്യങ്ങളെ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. പഠിക്കുക. അടുത്തതാണ് ജിബറിൽ എന്ന് പറയുന്നത്. ആരാണ്? ജിബറിൽ എന്ന് പറയുന്നത് സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് ജിബറിനാണ്. എന്താ സമൃദ്ധാഹാരം എന്ന് വെച്ചാൽ വിത്തുകൾ മുളയ്ക്കുന്നതിന് വേണ്ടി വിത്തിനകത്ത് വെച്ചിട്ടുള്ള ആഹാരം ഇല്ലേ സുഹൃത്തുക്കളെ, അതിനെയാണ് സമൃദ്ധാഹാരം എന്ന് പറയുന്നത്. ആ സമൃദ്ധാഹാരം വിഘടിക്കുമ്പോഴാണ് വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ജിബ്രലിനാണ്. അതുപോലെ തന്നെ ഇലകൾ വിരിയാൻ സഹായിക്കുന്നത് ജിബ്രലിനാണ്. പഠിച്ചോളണേ, ഇലകൾ വിരിയാൻ സഹായിക്കുന്നത് ജിബ്രലിനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താണ് സസ്യ ഹോർമോണുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് സസ്യ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യം പഠിക്കാനുള്ളത് ഓക്സിനാണ്. ഓക്സിന്റെ പ്രത്യേകത എന്താണ്? കോശ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, കോശ ദീർഘീകരണത്തിന് സഹായിക്കുന്നു, അഗ്രമുകുളത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു, ഫലങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. ഇതെല്ലാം ആരാണ്? ഓക്സിനാണ്. അടുത്തതാണ് ജിബ്രൽ എന്ന് പറയുന്നത്. ജിബ്രൽ എന്ന് പറഞ്ഞാൽ സമൃദ്ധാകാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് ജിബ്രലിനാണ്. സമൃദ്ധാകാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നത് ജിബ്രലിനാണ്. അതുപോലെ ഇല വിരിയാൻ സഹായിക്കുന്നത് ജിബ്രലിനാണ്. ഇല വിരിയാൻ സഹായിക്കുന്നതും ജിബ്രലിനാണ്. പഠിക്കുക. അടുത്ത സസ്യ ഹോർമോണാണ് സൈറ്റോകിനിൻ. എന്താണ്? സൈറ്റോകിനിൻ. കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. 3 പ്രധാന പോയിന്റ് പറഞ്ഞേ. കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകിനിൻ. മറക്കരുതേ, സൈറ്റോകിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്നത്? കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകിനിൻ എന്ന് പറയുന്നത്. അബ്സസിക് ആസിഡ് ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ചില വിത്തുകള് നമ്മൾ നട്ടു കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെ അത് മുളയ്ക്കുന്നത്. അപ്പൊ അത്രയും നാള് ആ വിത്ത് നശിച്ചു പോകാതെ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മള് സുപ്താവസ്ഥ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ വിത്ത് എന്തായിരിക്കും? ഒരു സുപ്താവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ജീവികളൊക്കെ ഹൈബർനേഷൻ പോകുമെന്ന് പറയില്ല, അതുപോലെ ഒരു സുപ്താവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയില് ഭ്രൂണത്തിനെ സംരക്ഷിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അബ്സസിക് ആസിഡ് ആണ്. പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കുന്നത് അബ്സസിക് ആസിഡ് ആണ്. പഠിച്ചോളനെ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കുന്നത് ആരാണ്? അബ്സസിക് ആസിഡ് ആണ്. അടുത്തതാണ് എഥിലിൻ. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോണാണ് എഥിലിൻ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോണാണ് എഥിലിൻ. ഇലകളും ഫലങ്ങളും പാകമാകാൻ സഹായിക്കുന്നത് എഥിലിനാണ്. ഇലകളും ഫലങ്ങളും പാകമാകാൻ സഹായിക്കുന്നത് എഥിലിനാണ്. എഥിലിൻ കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും പൊഴിയുന്നതിന് കാരണമാകുന്നു. എഥിലിൻ കൂടിയ അളവിലായാല് ഇലകളും പഴങ്ങളും പൊഴിയുന്നതിനത് കാരണമാകുന്നു. പഠിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് സൈറ്റോകിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകിനിൻ. അബ്സസിക് ആസിഡ് എന്ന് ചോദിച്ചാൽ ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കുന്നതിന് സഹായിക്കുന്നത് അബ്സസിക് ആസിഡ് ആണ്. എഥിലീൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോണാണ് എഥിലീൻ എന്ന് പറയുന്നത്. ഇലകളും ഫലങ്ങളും പാകമാകുന്നതിനും എഥിലീൻ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടിയ അളവിലായി കഴിഞ്ഞാൽ ഇലകളും പഴങ്ങളും അതുപോലെ പൊഴിയുന്നതിനും എന്താണ് കാരണമാകുന്നു. പഠിക്കുക. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സസ്യ ഹോർമോൺ, അതായത് നാച്ചുറൽ ആയിട്ട് ഒരു സസ്യത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിനെ പറ്റിയാണ്. എന്നാൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള സസ്യ ഹോർമോണുകൾ എന്തൊക്കെയാണെന്നും അതിന്റെ രാസഘടന എടുത്ത് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൃത്രിമ സസ്യ ഹോർമോണുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൂടി ഇതിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാം. കൃത്രിമ സസ്യ ഹോർമോണുകൾ.
സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് കൃത്രിമ സസ്യ ഹോർമോണുകൾ എന്ന്. എന്താണ് കൃത്രിമ സസ്യ ഹോർമോണുകൾ എന്ന് ചോദിച്ചാൽ, സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളെ രാസഘടന തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് കൃത്രിമ സസ്യ ഹോർമോണുകൾ. നമുക്ക് കൃത്രിമ സസ്യ ഹോർമോണുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആദ്യമായി പഠിക്കാനുള്ളത് കൃത്രിമ ഓക്സിനുകളാണ്. സത്യത്തിൽ ഓക്സിനുകൾ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കൃത്രിമ ഓക്സിനുകൾ എന്ന് തന്നെ പറഞ്ഞത് കേട്ടോ. കൃത്രിമ ഓക്സിനുകൾ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നതിന് ഉപയോഗിക്കുന്നത് കൃത്രിമ ഓക്സിനുകളാണ്. ഫലങ്ങള് അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേര് മുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളനെ, കളകളെ നശിപ്പിക്കൽ എന്നിവയാണ് കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ ചെയ്യുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നു, വേരുകൾ മുളപ്പിക്കുന്നു, കളകളെ നശിപ്പിക്കുന്നു എന്നീ ആവശ്യങ്ങൾക്ക് കാർഷിക മേഖലയിൽ ഓക്സിനുകൾ ഉപയോഗിച്ചു വരുന്നു. കൃത്രിമ ഓക്സിനുകൾക്ക് ഉദാഹരണമാണ് NNAയും അതുപോലെ IBAയും. ഇത് രണ്ടും പഠിച്ചു വെച്ചോളനെ, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. കൃത്രിമ ഓക്സിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് NNAയും അതുപോലെ IBAയുമാണ്. ഒന്നുകൂടി പറയാം, കൃത്രിമ ഓക്സിനുകൾക്ക് ഉദാഹരണം ചോദിച്ചാല് NNAയും അതുപോലെ IBAയുമാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കൃത്രിമ ജിബ്രലിൻ. എന്താണ് കൃത്രിമ ജിബ്രലിൻ എന്ന് നോക്കാം. മുന്തിരി, ആപ്പിൾ തുടങ്ങിയ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കൃത്രിമ ജിബ്രലിൻ ആണ്. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നത് കൃത്രിമ ജിബ്രലിനാണ്. മാർക്കറ്റിംഗ് സൗകര്യങ്ങൾക്കായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് ജിബ്രലിനാണ്. പഠിച്ചോളനെ, മാർക്കറ്റിംഗ് സൗകര്യങ്ങൾക്കായിട്ട് ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ എന്ന് ചോദിച്ചാൽ ജിബ്രലിനാണ്. അടുത്തതാണ് കൃത്രിമ എഥിലീൻ. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കൃത്രിമ എഥിലീനാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളനെ. +2 ലെവൽ ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കുന്നതിന് സഹായിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് കൃത്രിമ എഥിലീനാണ്. തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ ഫലങ്ങൾ പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കൃത്രിമ എഥിലീനാണ്. പഠിക്കുക, തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ ഫലങ്ങൾ പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ കൃത്രിമ എഥിലീനാണ്. എഥിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന കൃത്രിമ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് എഥിലീനാണ്. പഠിച്ചോളനെ, എഥിഫോൺ എന്ന പേരില് ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന കൃത്രിമ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് എഥിലീനാണ്. റബ്ബർ പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ചോദിച്ചാൽ അത് എഥിഫോൺ ആണ്. പഠിച്ചോളനെ, റബ്ബർ പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം എന്ന് ചോദിച്ചാൽ അത് എഥിഫോൺ ആണ്. അപ്പോൾ എന്താണ് എഥിഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന ഒരു കൃത്രിമ എഥിലീൻ ഹോർമോൺ ആണ് എഥിഫോൺ എന്ന് പറയുന്നത്. റബ്ബർ പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഥിഫോൺ ആണ്. പഠിക്കുക. അടുത്തതാണ് കൃത്രിമ അബ്സസിക് ആസിഡ്. പഴവർഗ്ഗങ്ങൾ ഒരേ സമയം വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് കൃത്രിമ അബ്സസിക് ആസിഡ് ആണ്. പഠിച്ചോളനെ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് പാർത്തനോകാർപ്പി. എന്താണ് പാർത്തനോകാർപ്പി? ഒത്തിരി സുഹൃത്തുക്കൾക്ക് അറിയാൻ വഴിയില്ലാത്തൊരു പേരാണ് പാർത്തനോകാർപ്പി. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ ബീജസംയോഗം നടക്കാതെ തന്നെ അണ്ഡാശയം ഫലമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പാർത്തനോകാർപ്പി എന്ന്. പഠിച്ചു വെച്ചോളണേ. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ മുതലായ വിളകളില് കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ ബീജസംയോഗം നടക്കാതെ തന്നെ അണ്ഡാശയം ഫലമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പാർത്തനോകാർപ്പി. എന്താണ് പാർത്തനോകാർപ്പി? പാർത്തനോകാർപ്പിക്ക് ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണുകളാണ് ഓക്സിനും അതുപോലെ തന്നെ ജിബ്രലിനും. പഠിച്ചോളനെ. പാർത്തനോകാർപ്പിക്ക് ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണുകളാണ് ഓക്സിനും അതുപോലെ തന്നെ ജിബ്രലിനും. പഠിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ LDC 100 Days ചലഞ്ചിന്റെ Day 3യിൽ നമ്മൾ നോക്കിയത്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് 2-3 തവണ നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി മാറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഇത്ര നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.